കോഴിക്കോട് സരോവരത്ത് സുഹൃത്തുക്കൾ കുഴിച്ചുമൂടിയ വിജിലിന്റെ മൃതദേഹ ഭാഗത്തിനായി ഇന്നും പരിശോധന. പ്രതി നിഖിലിനെ സരോവരത്തെത്തിച്ചു. ചതുപ്പിലേക്ക് വഴി നിർമ്മിച്ച് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചാണിപ്പോൾ പരിശോധന നടക്കുന്നത്. ഇന്നലെ പരിശോധന തുടങ്ങിയതാണ്. ഈ മൃതദേഹം കുഴിച്ചിട്ടു എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇന്നലെ തൊട്ട് പരിശോധന നടക്കുന്നുണ്ടായിരുന്നു. 6 വർഷം മുൻപ് നടന്ന സംഭവമാണ്. ആ സംഭവത്തിലാണ് ഇപ്പോൾ വിശദമായ പരിശോധന നടക്കുന്നത്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, ഈ ഇന്നലത്തെ പരിശോധനയിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യമായ സൂചനകളൊന്നും ലഭിച്ചില്ല. ഇന്നിപ്പോൾ ഈ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് വളരെ വിശദമായ ഒരു പരിശോധനയിലേക്ക് കടക്കുകയാണ്. ശ്രീജ, ഇന്നലെ ഏതാണ്ട് 2 മണിക്കൂറോളം തെരച്ചിൽ നടത്തിയെങ്കിലും കാര്യമായി മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പ്രത്യേകിച്ചും ഈ ചതുപ്പിന്റെ ഭാഗം വലിയ തോതിൽ ചെളി അടിഞ്ഞുകൂടിയിരിക്കുന്ന സ്ഥലമാണ്. അവിടേക്ക് ഈ മണ്ണുമാന്തി യന്ത്രത്തിന് കടന്നു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഒപ്പം കനത്ത മഴ പെയ്യുന്ന ഒരു സ്ഥിതിയും. ഇന്നിപ്പോൾ രാവിലെ അവിടേക്ക് ഒരു പ്രത്യേക വഴിവെട്ടിയ ശേഷം ചെറിയ മണ്ണുമാന്തി യന്ത്രങ്ങൾ സ്ഥലത്തേക്ക് എത്തിക്കുന്നതിനുള്ള നീക്കങ്ങളാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം ഈ മൃതദേഹം കുഴിച്ചിട്ടു എന്ന് പറയുന്ന സ്ഥലത്ത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു മുജാഹിദീൻ മഹാസമ്മേളനം നടന്നിരുന്നു. അന്ന് ഈ പ്ലാറ്റ്ഫോം നേരെയാക്കുന്നതിന്റെ ഭാഗമായി അവിടെ ഈ തടിക്കഷ്ണങ്ങളും മറ്റുമൊക്കെ, അല്ലെങ്കിൽ പലക കഷ്ണങ്ങളും മറ്റുമൊക്കെ വിരിച്ചിരുന്നു. പിന്നീട് അതിന്റെ പലക കഷ്ണങ്ങളും കുറ്റികളും ഒക്കെ മണ്ണിലേക്ക് തന്നെ ഇടുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് ഈ മരക്കഷ്ണങ്ങൾ പൂർണ്ണമായും നീക്കി വേണം പരിശോധന നടത്താൻ എന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ആ കാര്യങ്ങൾ എത്തിയിരുന്നത്. മറ്റൊന്ന്, ഈ 2019 പ്രളയം ഈ മൃതദേഹ ഭാഗങ്ങൾ ഇവിടെ നിന്നും മാറ്റിക്കളഞ്ഞു എന്നൊരു ആശങ്കയുമുണ്ട്. കാരണം 2019 മാർച്ചിലാണ് ഈ വിജിലിനെ ഇവിടെ കുഴിച്ചിട്ടതായി ഈ നിഖിലടക്കമുള്ള പ്രതികൾ മൊഴി നൽകിയിരിക്കുന്നത്. അതിനുശേഷം സെപ്റ്റംബറോടുകൂടിയാണ് വലിയ ഒരു പ്രളയം ഉണ്ടാവുകയും ഈ മേഖലകളൊക്കെ ഒന്നടങ്കം വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത്തരം ഒഴുക്കും മറ്റുമൊക്കെ ഈ മൃതദേഹത്തെ ഇവിടെ നിന്ന് മാറ്റാൻ കാരണമായോ എന്ന ഒരു സംശയമുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ രാവിലെ തന്നെ കടാവർ നായ, അതായത് മനുഷ്യഗന്ധം തിരിച്ചറിയാൻ കഴിയുന്ന പോലീസ് നായ അടക്കം സ്ഥലത്തെത്തിച്ചിട്ടുണ്ടായിരുന്നു. അല്പസമയം മുമ്പ് ഫോറൻസിക് വിദഗ്ധരും മറ്റ് പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും സ്ഥലത്തേക്ക് പോകുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഇത്തരത്തിൽ പല മാറ്റങ്ങൾ നടന്നെങ്കിൽ പോലും മൃതദേഹം ഈ മണ്ണിന്റെ അടിയിലേക്ക് തന്നെ ആഴ്ന്നിരിക്കാം, അവിടെ നിന്ന് പുറത്തെടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ഈ സാധാരണ ഈ ജലാശയങ്ങളിലും മറ്റുമൊക്കെ ഇറങ്ങിപ്പോകുന്ന പോലെ ഇറങ്ങിപ്പോയൊരു പരിശോധന നടക്കാത്ത സാഹചര്യത്തിൽ ഈ JCBക്ക് അല്ലെങ്കിൽ മറ്റ് മാർഗങ്ങളിൽ കോരിയെടുക്കുന്ന മണ്ണ് പുറത്തേക്ക് എത്തിയ ശേഷം അവിടെ ഈ അസ്ഥിക്കും തലയോട്ടിക്കും വേണ്ടിയുള്ള ഒരു തെരച്ചിൽ നടത്തുക എന്നതാണ് ഏറ്റവും പ്രായോഗികമായ മാർഗം എന്ന് പറയുന്നു. ഒപ്പം ഈ മൃതദേഹം സംസ്കരിച്ച ശേഷം ഏതാണ്ട് 6 മാസം കഴിഞ്ഞപ്പോൾ അതിൽ നിന്നും ഒരു അസ്ഥികഷ്ണം എടുത്തുകൊണ്ടുപോയി കോഴിക്കോട് ബീച്ചിന്റെ അടുത്ത് ഈ പരിഹാര കർമ്മങ്ങൾ, അതായത് മരണാനന്തര കർമ്മങ്ങൾ നടത്തിയതായും ഈ പ്രതി പോലീസിനോട് മൊഴി നൽകിയിരിക്കുന്നു. അതുകൊണ്ട് എത്രമാത്രമാണ് അത്തരത്തിൽ ശേഖരിച്ചത്, എങ്ങനെ ശേഖരിച്ചു എന്നതിനെക്കുറിച്ചൊക്കെയുള്ള അന്വേഷണവും പോലീസ് നടത്തിവരികയാണ്. എന്തായാലും ഇന്നത്തെ പരിശോധന നിർണായകമായി മാറും. മൃതദേഹഭാഗങ്ങൾ കണ്ടെടുക്കാൻ കഴിയുമെന്ന ഉറച്ച പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. ഇന്നലത്തെ പോലെ തന്നെ ഈ കേസിലെ മുഖ്യപ്രതിയായ നിഖിലുമായി പോലീസ് രാവിലെ തന്നെ എത്തിയിരുന്നു. ഇന്നും നിഖിലിനെ സ്ഥലത്ത് നിർത്തിക്കൊണ്ടുള്ള പരിശോധനയാണ് നടക്കുന്നത്. സരോവരം പാർക്കിന് സമീപത്ത് വെച്ച് ഈ മയക്കുമരുന്ന് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അബോധാവസ്ഥയിലായി വിജിൽ പോവുകയും തങ്ങൾ അവിടെ നിന്നും അബോധാവസ്ഥയിലാണ് എന്ന് കരുതി വീട്ടിലേക്ക് മടങ്ങി. പിറ്റേ ദിവസം വന്നു നോക്കിയപ്പോഴാണ് മരിച്ച നിലയിൽ വിജിലിനെ കണ്ടെത്തിയത്. അമിതമായി മയക്കുമരുന്ന് കുത്തിവെച്ചതാണ് മരണകാരണമെന്ന് കരുതുന്നു. പക്ഷേ ഇക്കാര്യം പുറത്ത് അറിയിക്കാനുള്ള ഭയം മൂലമാണ് പിന്നീട് ഈ സരോവരത്തിനടുത്തുള്ള സ്ഥലത്ത് കൊണ്ടുപോയി ഈ ചതുപ്പിൽ മൃതദേഹം താഴ്ത്തിയതെന്ന മൊഴിയാണ് അവർ നൽകിയത്. ഈ വിജിൽ നാട് വിട്ടുപോയി എന്ന് ആളുകളെ ബോധ്യപ്പെടുത്താനായി വിജിലിന്റെ ബൈക്കും മൊബൈൽ ഫോണും കല്ലായി റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഒരു കാട്ടിൽ ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നു. ആ ബൈക്ക് കഴിഞ്ഞ ദിവസം തെളിവെടുപ്പിൽ കണ്ടെടുത്തു. ഇതിന് പിന്നാലെയാണ് മൃതദേഹം താഴ്ത്തിയത് ഈ ചതുപ്പിലാണ് എന്ന് പ്രതി മൊഴി നൽകിയത്. എന്തായാലും 2 പേർ നിലവിൽ കസ്റ്റഡിയിലുണ്ട്. കേസിൽ ഒരു പ്രതി കൂടിയുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. സംവിധാനങ്ങൾ പൂർണ്ണമായി എത്തി, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും എത്തി. പരിശോധന അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ശ്രീജ. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. സരോവരത്ത് വളരെ വിശദമായ ഒരു പരിശോധനയിലേക്കാണ് ഇപ്പോൾ പോലീസ് കടക്കുന്നത്.